ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF ജാഥയുടെ ഫ്ലക്സ് ബോർഡ് ആരോ കൊണ്ടുവച്ചു. ആരാണ് എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവാണ് ചെയ്തത് എന്ന രൂപത്തിലും വാർത്തകൾ വരുന്നുണ്ട്. അതും സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോഴാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത്. ചെയ്തത് CPIM പ്രവർത്തകരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉമ്മൻചാണ്ടിയെ അപമാനിക്കാനാണ് ഈ ശ്രമം എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആരോപണം. VN വാസവൻ, CPIMന്റെ മുതിർന്ന നേതാവ്, മന്ത്രി, അദ്ദേഹം കോട്ടയത്ത് മാധ്യമപ്രവർത്തകരെ കണ്ട് കൃത്യം പറഞ്ഞു. ആരാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ, അവഹേളിക്കാൻ ശ്രമിച്ചത്? കൃത്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ തലയ്ക്ക് കൊള്ളുന്ന മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് VN വാസവൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ വേദനിപ്പിച്ച ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ മൺമറഞ്ഞതിന് ശേഷം ഞങ്ങൾ വേട്ടയാടുന്നു എന്ന രൂപത്തിലേക്ക് പറഞ്ഞത്. ബഹുമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അത്തരത്തിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന് തന്നെ യോജിച്ചതാണ്. CPIM അല്ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ മരണപ്പെട്ടതിന് ശേഷം വേട്ടയാടുന്നു എന്ന് പറഞ്ഞ ആ പ്രസ്താവന അദ്ദേഹം തിരുത്തണം, അത് പിൻവലിക്കണം. അത്തരം ഒരു സംഭവം CPIMന്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്ന് ഇന്നലെ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ഒരു പോസ്റ്റർ പതിച്ച പ്രശ്നമാണ് ഇതിലേക്ക് നയിച്ച സംഭവം. പോലീസിൻ്റെ അന്വേഷണത്തിൽ ആ പോസ്റ്റർ പതിച്ചത് ഏതോ മാനസിക രോഗിയാണെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ അതാണെന്ന് വസ്തുതയിരിക്കെ അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിക്കുന്ന ഇപ്പോഴത്തെ ആദ്യത്തെ ഒരു സന്ദർഭമല്ല. ഇതിനു മുമ്പ് ഇന്നലെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിന് കല്ലെറിഞ്ഞൊരു സംഭവമുണ്ടായി. അത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്താണ്. മുഖ്യമന്ത്രിയുടെ വീടിന് കല്ലെറിഞ്ഞാൽ സ്വാഭാവികമായി 24 മണിക്കൂറിനകം പ്രതിയെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടയ്ക്കേണ്ടത്. അത് അന്ന് DYFIക്കാരുടെ മേലും പാർട്ടിക്കാരുടെ മേലും ആക്ഷേപം ഉന്നയിച്ച് ആ കാര്യത്തിൽ പാർട്ടിയും DYFIയും വലിയ സമരമെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അവസാനം അന്വേഷണം നടത്തിയ കോട്ടയം DYSP പ്രതികളിലേക്ക് എത്തിയപ്പോൾ ഇനി അന്വേഷണം വേണ്ട എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അതിലെ പ്രതികൾ കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. അവരെ കയ്യാമം വെക്കുന്ന അവസ്ഥ വന്നപ്പോൾ അത് വേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനായ തിരുവഞ്ചൂരോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ ജീവിച്ചിരുന്നപ്പോൾ വേട്ടയാടിയത് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻചാണ്ടി 2025 ജൂലൈ മാസത്തിൽ മിസ്റ്റർ ജോണിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സതീശനും MM ഹസനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുള്ള വേദിയിലാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗം വൈറലായി. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് ആ പ്രസംഗം, അതിൻ്റെ വീഡിയോ. അന്ന് പ്രസംഗിച്ചത് എല്ലാ വീഡിയോയും കണ്ടതാണ്. കൃത്യമായി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ സഹധർമ്മിണി മറിയാമ്മ ഉമ്മൻചാണ്ടി എടുത്ത് പറഞ്ഞു, ബഹ്റിനിൽ പോയി അവാർഡ് വാങ്ങി ബഹ്റിനിൽ പോയി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സന്തോഷ നിമിഷത്തിലാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗമായ ജോപ്പനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത അദ്ദേഹം തകർന്നു പോയി എന്ന് പറഞ്ഞ് വികാരഭരിതയായി ബഹുമാനപ്പെട്ട മറിയാമ്മ ഉമ്മൻചാണ്ടി സാക്ഷ്യപ്പെടുത്തിയ ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ വേദനിപ്പിച്ച ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ മൺമറഞ്ഞതിന് ശേഷം ഞങ്ങൾ വേട്ടയാടുന്നു എന്ന രൂപത്തിലേക്ക് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് തന്നെ പോഷണമാണ് ഈ വേട്ടയാടൽ എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കട്ടെ. മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഇത് സംബന്ധിച്ച് മുൻ മന്ത്രിയും KPCCയുടെ ഒരു ഭാരവാഹിയായിട്ടുള്ള KC ജോസഫ് ഈ വിഷയത്തിൽ കൃത്യമായി പറഞ്ഞു. 2 പ്രാവശ്യം പത്രസമ്മേളനം നടത്തി. ഉമ്മൻചാണ്ടിയുടെ കൂടെ അദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത് അവാർഡ് വാങ്ങാൻ. ഞങ്ങൾ അവാർഡ് വാങ്ങി ബഹ്റിനിലെ ഹോട്ടലിൽ പുറത്തേക്ക് വരുമ്പോൾ കേട്ട വാർത്ത ഇതായിരുന്നു. അത് ഞങ്ങളെ വേദനിപ്പിച്ചു, ഉമ്മൻചാണ്ടിയെ വല്ലാതെ വേദനിപ്പിച്ചു. ആ ജോപ്പനെ അറസ്റ്റ് ചെയ്ത് ഉമ്മൻചാണ്ടിയോട് ആ തരത്തിൽ അനാദരവായിട്ടും ജീവിച്ചിരിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത് ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട KC ജോസഫ് സൂചിപ്പിച്ചതാണ്. അതുപോലെ മറിയാമ്മ ഉമ്മൻചാണ്ടി സൂചിപ്പിച്ചാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ മരണാനന്തരം
CPM അല്ലെ പ്രതിപക്ഷം വേട്ടയാടുന്നു എന്ന രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. അദ്ദേഹത്തെ പോലുള്ള പരിണതപ്രജ്ഞനായ ഒരു മുമ്പ് ഭരണാധികാരിയായിരുന്നു, ഇപ്പോൾ MLA ആയിരിക്കുന്നയാൾ കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിച്ചിട്ട് വേണ്ടേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാം.